ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും. കഴിഞ്ഞ പരീക്ഷകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട്. ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങളെന്ന് പറയുന്നു. മനുഷ്യൻ്റെ വിവിധതരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യം ധാരാളം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. എന്തുൽപ്പാദിപ്പിക്കണം? ഓരോ രാജ്യവും ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തുൽപ്പാദിപ്പിക്കണമെന്ന മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട്. എന്തുൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണമെന്നും പ്രസക്തമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഒരു സാധനം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കേണ്ട വിഭവങ്ങളെ പരിമിതപ്പെടുത്തേണ്ടി വരും. സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതാണ്. ഒരേ ഉൽപ്പന്നം വ്യത്യസ്ത അനുപാതത്തിൽ, അതായത് തൊഴിൽ, മൂലധനം എന്നിവയൊക്കെ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. തൊഴിൽ എന്ന ഉൽപ്പാദന ഘടകം കൂടുതൽ ലഭ്യമാകുന്ന സ്ഥലത്ത് തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയും മൂലധനം കൂടുതലായി ലഭ്യമാകുന്ന സ്ഥലത്ത് മൂലധന സാങ്കേതിക രീതിയും ഉപയോഗിക്കും. തൊഴിൽ തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? കൂടുതൽ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയുള്ള ഉൽപ്പാദനം, കുറഞ്ഞ തോതിലുള്ള മൂലധന ഉപയോഗം, കൂടുതൽ സമയം ആവശ്യമായ ഉൽപ്പാദന രീതി, പരിസ്ഥിതി സൗഹൃദമായ ഉൽപ്പാദന രീതി, സാങ്കേതിക വിദ്യയുടെ കുറഞ്ഞ ഉപയോഗം. ഇനി മൂലധന തീവ്ര സാങ്കേതിക രീതിയുടെ പ്രത്യേകതകളോ? തൊഴിലാളികളുടെ ആവശ്യകതയിലെ കുറവ്, കൂടുതൽ മൂലധന നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നു, ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്തുന്നു, സാങ്കേതിക വിദ്യയെ കൂടുതലായി ആശ്രയിക്കുന്നു, ഉൽപ്പാദനത്തിന് കുറഞ്ഞ സമയം മതി. ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം? ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയായിരിക്കണം ഉൽപ്പാദനം നടത്തേണ്ടത്. ലഭ്യമായ വിഭവങ്ങളെ സമൂഹത്തിലെ എല്ലാവർക്കും പ്രയോജനകരമാകും വിധം വിനിയോഗിക്കുന്ന തരത്തിൽ വേണം ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ്. ഭൂമിക്ക് പാട്ടം, തൊഴിലിന് വേതനം, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം എന്നിങ്ങനെ പ്രതിഫലവും ലഭിക്കുന്നു. സമ്പദ് വ്യവസ്ഥ. എന്താണ് സമ്പദ് വ്യവസ്ഥ? ഒരു രാജ്യം വിവിധ സാധനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ക്രമീകരിക്കുന്ന രീതിയാണ് സമ്പദ് വ്യവസ്ഥ. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വ്യത്യസ്ത സമ്പദ് വ്യവസ്ഥകളിലൂടെയാണ്. സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? സമ്പദ് വ്യവസ്ഥ മനുഷ്യനിർമ്മിതമാണ്. സമ്പദ് വ്യവസ്ഥ മാറ്റങ്ങൾക്ക് വിധേയമാണ്. സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന പ്രവർത്തനങ്ങളാണ് ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ. ഉൽപ്പാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പദ് വ്യവസ്ഥയെ 3ആയി തിരിക്കുന്നു: മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. ഉൽപ്പാദക ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും സാമ്പത്തിക വികസനത്തിൽ ഗവൺമെൻറ്റിൻ്റെ സജീവ പങ്കാളിത്തം കാണാൻ കഴിയും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ്. ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപ്പാദക ഘടകങ്ങളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഒരു കേന്ദ്രീകൃത ആസൂത്രണ സമിതിയായിരിക്കും. സ്വകാര്യ സംരംഭങ്ങളുടെ പങ്കാളിത്തവും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ കണ്ടുവരുന്നു. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ, ചൈന. മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകളുടെയും ചില പ്രത്യേകതകൾ ഒരുമിച്ച് കാണാൻ കഴിയുന്ന സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. അറിവും വൈദഗ്ധ്യവും വളർച്ചയുടെയും നവീകരണത്തിൻ്റെയും ചാലകങ്ങളാകുന്ന സാമ്പത്തിക വ്യവസ്ഥയാണ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ അറിവ് ഒരു പ്രധാന വിഭവമായി കണക്കാക്കപ്പെടുന്നു. അതിൻ്റെ സൃഷ്ടിയും വ്യാപനവും പ്രയോഗവും സാമ്പത്തിക വികസനത്തിന് നിർണായകമാണ്. സാമ്പത്തിക ശാസ്ത്രം.
മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ, സമ്പദ് വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം എന്നാൽ സമ്പത്തിനെക്കുറിച്ചുള്ള ശാസ്ത്രം എന്നാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. സാമ്പത്തിക ശാസ്ത്രത്തെ സമ്പത്തിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ പഠനമെന്ന് നിർവചിച്ച ശാസ്ത്രജ്ഞനാണ് JB സേ. സമ്പത്തുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശേഖരമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് നിർവചിച്ചത് FA വാക്കർ. സമ്പത്തിനെക്കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞൻ ആദം സ്മിത്ത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം രചിച്ചത് ആദം സ്മിത്താണ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കൃതിയും നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻസ് ആണ്. ആദം സ്മിത്ത് ജനപ്രിയമാക്കിയ ഒരു സാമ്പത്തിക ശാസ്ത്ര ആശയമാണ് അദൃശ്യകരം അഥവാ ഇൻവിസിബിൾ ഹാൻഡ്. കേന്ദ്ര ആസൂത്രണമോ ഏകോപനമോ ഇല്ലാതെ തന്നെ ഒരു ഇക്കോണമി നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ് അദൃശ്യകരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആദം സ്മിത്തിൻ്റെ ആശയമാണ് ലെസസ് ഫെയർ സിദ്ധാന്തം. അപ്പോൾ ലെസസ് ഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആദം സ്മിത്താണ്. ഇനി ഓരോ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അവരുടെ സംഭാവനകളുമാണ്. അപ്പോൾ അവരെഴുതിയ ബുക്ക്, അവരുടെ തിയറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്പത്തിനല്ല മറിച്ച് സാമൂഹിക ക്ഷേമത്തിന് പ്രാധാന്യം നൽകണമെന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിൻ്റെ പ്രശസ്ത ഗ്രന്ഥമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ആൽഫ്രഡ് മാർഷലിൻ്റെയാണ്. അദ്ദേഹമാണ് സാമൂഹ്യ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയത്. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ലയണൽ റോബിൻസൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ആൻ എസ്സേ ഓൺ ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ്. ലയണൽ റോബിൻസ് ഒരു നിയോ ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. പാട്ടസിദ്ധാന്തം അഥവാ തിയറി ഓഫ് റെൻ്റ് ആവിഷ്കരിച്ചത് ഡേവിഡ് റിക്കാർഡോയാണ്. ഡേവിഡ് റിക്കാർഡോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സേഷൻ. താരതമ്യേന നേട്ടം അഥവാ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന ആശയം അവതരിപ്പിച്ചത് ഡേവിഡ് റിക്കാർഡോയാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള വ്യവസായങ്ങളെ മാത്രമേ രാജ്യങ്ങൾ വിഭവങ്ങൾ കേന്ദ്രീകരിക്കാവൂ എന്നും ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ട്രേഡിങ്ങിലൂടെ താരതമ്യേന നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് താരതമ്യ നേട്ടം എന്ന തിയറിയിലൂടെ പറയുന്നത്. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം നൽകിയിരുന്ന തത്വചിന്തകനാണ് കാൾ മാർക്സ്. ജർമ്മൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ കാൾ മാർക്സിൻ്റെ പ്രശസ്തമായ സിദ്ധാന്തമാണ് മിച്ചമൂല്യ സിദ്ധാന്തം. തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമായ ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ ഒരു ഭാഗം മാത്രം തൊഴിലാളിക്ക് പ്രതിഫലമായി നൽകുകയും കൂടുതൽ ഭാഗവും മുതലാളിമാരുടേതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത്. കാൾ മാർക്സിൻ്റെ പ്രശസ്തമായ കൃതിയാണ് മൂലധനം. ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാമെന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞനാണ് JM കെയ്ൻസ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നികുതി നയത്തിനും സാമ്പത്തിക നയത്തിനും പ്രാധാന്യം നൽകണമെന്ന് കെയ്ൻസ് വാദിച്ചു. JM കെയ്ൻസിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ പുതിയ അവസരങ്ങളും വളർച്ചയും സൃഷ്ടിക്കുന്നുവെന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ജോസഫ് അലോയ്ഡ് ഷുംപീറ്റർ. ജോസഫ് അലോയ്ഡ് ഷുംപീറ്ററിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നിലവിലുള്ള വ്യവസായങ്ങളും സാങ്കേതിക വിദ്യകളും നൂതന കണ്ടുപിടുത്തങ്ങളാൽ തടസ്സപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നുവെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതിനെ സൃഷ്ടിപരമായ നാശം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സൃഷ്ടിപരമായ നാശം എന്ന ആശയം ഷുംപീറ്ററിൻ്റേതാണ്. ഇന്ത്യയുടെ സാമ്പത്തികശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമായ ചാണക്യൻ്റെ ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ചിന്ത ഉളവാക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഹിന്ദു സ്വരാജും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസും. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദു സ്വരാജ്, 1909. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയം സാമ്പത്തിക രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യകുമാർ സെൻ, 1998. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് നോബൽ സമ്മാനം ലഭിച്ചത്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്നും ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന്
2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് വിനായക് ബാനർജി. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്